രാത്രിയിൽ കഴിക്കുന്ന ഫുഡ് നയനയ്ക്ക് വയറിൽ പിടിക്കുന്നില്ല കേട്ടോ. നയനയ്ക്ക് നല്ല വയറുവേദനയൊക്കെ ഉണ്ടാവുന്നുണ്ട്. രാത്രിയിൽ അങ്ങനെ വയറുവേദനയായിട്ട് ഒരു ഗുളികയൊക്കെ എടുത്ത് കഴിച്ചിട്ട് നയന കിടന്നുറങ്ങുന്നുണ്ട്. രാവിലെ ആകുമ്പോഴേക്കും നയനയ്ക്ക് തീരെ വയ്യായിരിക്കും കേട്ടോ. എന്നാൽ ഇതൊന്നും ആരും മൈൻഡ് പോലും ചെയ്യുന്നില്ല. എന്നാൽ ആദർശാണെങ്കിൽ എഴുന്നേറ്റ് അവൻ ഫ്രഷ് ആയിട്ടൊക്കെ പോകാനിറങ്ങിയിട്ടും നയന എഴുന്നേക്കാത്തന്നിട്ട് അവന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നയന സമയം എത്രയെന്ന് അറിയാൻ ചോദിക്കുമ്പോൾ സോറി ആദർശേട്ടാ ഞാൻ കണ്ടില്ല എന്നും പറഞ്ഞിട്ട് അവൾ ചാടി എഴുന്നേൽക്കുന്നുണ്ട്. പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് താഴേക്ക് വരുമ്പോഴേക്കും ദേവേനെ ചോദിക്കുകയാണ്, എന്താ ഇവിടെ ഇന്ന് ചായ വെപ്പൊന്നും ഇല്ലേ? എത്ര നേരമായി കിടന്നുറങ്ങുന്നത്? ഇതെന്താ നിന്റെ വീടാണെന്നാണോ കരുതിയെന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി ചോദിക്കുകയാണ്, ഞാനതിന് ചായ ഇട്ട് തന്നല്ലേ ഏട്ടത്തി, പിന്നെ അവളെ എന്തിനാ വഴക്ക് പറയുന്നത്? എല്ലാ ദിവസവും രാവിലെ മോൾ എഴുന്നേൽക്കുന്നതല്ലേ, ഇന്ന് എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കുമെന്ന് പറയുന്നു. ജലജ ചോദിക്കുകയാണ്, എന്താ അവൾക്ക് ഇത്ര കാരണം? അവൾക്ക് ഇവിടുത്തെ ജോലിയല്ലാതെ മറ്റെന്ത് കാരണമുള്ളത്? അവൾ തന്നെ പറഞ്ഞല്ലോ ഞാൻ ഇവിടുത്തെ ഹോം നേഴ്സാണെന്ന്, പിന്നെന്താ അവൾക്ക് ഇത്ര മടുപ്പ് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് മുത്തശ്ശൻ പറയാണ്, അതെ നയന ഇവിടുത്തെ വേലക്കാരിയൊന്നുമല്ല, നിങ്ങൾക്കെല്ലാവരും ചായ ഇട്ട് തരാനും കൃത്യസമയത്ത് കൊണ്ടുതരാനും വേണ്ടവർക്ക് അകത്ത് കയറി ഇട്ട് കുടിക്കാമല്ലോ, അല്ലെങ്കിൽ ഇവിടെ സെർവൻ്റ് ഉണ്ട് അവരോട് പറഞ്ഞാലും മതി എന്ന് മുത്തശ്ശൻ പറയുന്നുണ്ട്. അങ്ങനെ നയന സോറി ഞാനിപ്പോൾ തന്നെ റെഡിയാക്കാമെന്നും പറഞ്ഞിട്ട് എല്ലാം റെഡിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ദോശയും കറികളൊക്കെ അവൾ പെട്ടെന്ന് തന്നെ ആക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ അവൾക്കൊരു വൊമിറ്റിംഗ് പോലെ വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വൊമിറ്റിംഗ് പോലെ വന്നിട്ട് പെട്ടെന്ന് തന്നെ അവളെ വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ഓടുകയാണ്. പെട്ടെന്ന് ജാനകി അയ്യോ മോളെ എന്താ പറ്റിയെന്ന് ചോദിച്ചുകൊണ്ട് അവളുടെ പുറകെ ഓടുന്നുണ്ട്. പെട്ടെന്ന് തന്നെ നയന വൊമിറ്റ് ചെയ്യാണ്. അവരെ പുറത്തിങ്ങനെ തടവി കൊടുത്തിട്ട് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട്. നയന പറയുന്നു, ചെറിയമ്മ എനിക്ക് എന്തോ തലകറക്കം പോലെ തോന്നുന്നു എന്ന് പറയുമ്പോഴേക്കും അവളെ പിടിച്ച് സെറ്റിലേക്ക് കൊണ്ടിരുത്തുന്നുണ്ട്. എന്താ മോളെ എന്താ പറ്റിയെന്ന് മുത്തശ്ശി ഒന്ന് വെപ്രാളത്തോട് ചോദിക്കുമ്പോൾ എന്താണെന്നറിയില്ല മുത്തശ്ശി, വല്ലാത്തൊരു തലകറക്കം പോലെ വല്ലാത്തൊരു വൊമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടെന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശി പറയാണ്, അത് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചിട്ട് മുത്തശ്ശിനെ നോക്കുമ്പോഴത്തേക്കിനും ആണോ സാവിത്രി സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അതേന്നാണ് എൻ്റെ സംശയം എന്ന് പറയുമ്പം എന്താ ചെറിയമ്മേ എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ഒടുവിൽ രണ്ടുപേരോട് പണി പറ്റിച്ചല്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. ദേവയാനി ഞങ്ങൾ ഞെട്ടി നിൽക്കുകയാണ്. ദേവയാനി ദേഷ്യപ്പെട്ടൊന്ന് ചോദിക്കുകയാണ്, എന്താ ജാനകി നീ എന്തൊക്കെ ഈ പറഞ്ഞു വരുന്നതെന്ന് ചോദിക്കുന്നു. നയനമോൾ അമ്മയാകാൻ പോവാന്ന അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം അത് മനസ്സിലായില്ല ഏട്ടത്തേക്കെന്ന് ചോദിക്കുകയാണ്. വേണ്ട മിണ്ടിപ്പോവരുത്, നീ എന്തൊക്കെയാണ് നീ പറഞ്ഞത്? അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല, എൻ്റെ മോൻ എനിക്ക് വാക്ക് തന്നതാ എന്ന് പറയുമ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, നിനക്ക് നാണമില്ല ദേവയാനി ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ? അവൻ വിവാഹം കഴിഞ്ഞ പ്രായപൂർത്തിയായ ഒരു ചെറുപ്പക്കാരനല്ലേ, അവൻ്റെ ഭാര്യയായിട്ട് ഒന്നിച്ച് ജീവിക്കാൻ പോലെയുള്ള അവകാശമില്ലേ, അത് നീ മുടക്കി വെച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ അവർ വിവാഹം കഴിഞ്ഞിട്ടിപ്പോൾ 8-9 മാസമായി, അവർ ഒരേ മുറിയിലാണ് താമസിക്കുന്നത്. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇങ്ങനൊരു വിശേഷമൊക്കെ കേട്ടെന്ന് പറഞ്ഞ് നീ ഇങ്ങനെ ബേജാറാവാനും നിൽക്കേണ്ട എന്ന് മുത്തശ്ശനും പറയുന്നുണ്ട്. ദേവയാനി ആകെപ്പാടെ കലിപ്പിച്ച് നിൽക്കുകയാണ്. അപ്പോഴേക്കും നയന പറയുന്നുണ്ട്, മുത്തശ്ശ ഇന്നലെ തൊട്ട് എനിക്ക് വയറുവേദന ഉണ്ടായിരുന്നു, ഇത് അതിൻ്റെ ഒന്നും ആയിരിക്കില്ല, എനിക്ക് ഫുഡ് പോയ്സൺ അടിച്ചാണോ തോന്നിയെന്ന് പറയുമ്പോൾ ജാനകി പറയാണ്, അതൊന്നും അല്ല ഞങ്ങൾക്ക് കാണുമ്പോൾ അറിയാലോ ഇത് തന്നെയാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആദർശ് ഇറങ്ങി വരുന്നുണ്ട് ഓഫീസിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് തന്നെ ജാനകി പറയാണ്, കള്ള പണി ഒപ്പിച്ചല്ലോ എന്ന് പറയുന്നുണ്ട്. ചെറിയച്ചൻ പോയിട്ട് കൺഗ്രാജുലേഷൻസ് ഡാ എന്ന് പറയുന്നുണ്ട്. എന്താ ചെറിയച്ച കാര്യം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ നീയും ഒരു അച്ഛനാവാൻ പോവാല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ആദർശ് ഞെട്ടി നിൽക്കുകയാണ്. എന്തൊക്കെയാണ് നിങ്ങളെ പറഞ്ഞത്, ഞാൻ അച്ഛനാവാനോ എന്ന് ചോദിക്കുന്നുണ്ട്. ദേവയാനി അതെ നീ ഒരു അച്ഛനാവാൻ പോകുന്നു, എന്താ നിനക്ക് സന്തോഷമായില്ലേ എന്ന് ചോദിക്കുകയാണ്. അതമ്മേ ഞാൻ എന്ന് പറയുമ്പോൾ വേണ്ട ഒന്നും പറയണ്ട, എന്തായാലും ഇത് സന്തോഷിക്കേണ്ട നിമിഷമാണ്, ഇവിടെ ആനന്ദപുരി ആഘോഷമാക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. നയന പറയാണ്, അയ്യോ ചെറിയമ്മേ അമ്മ പറഞ്ഞെന്ന് കേക്ക്, ഞാനൊന്ന് പറയട്ടെ എന്ന് പറയുമ്പോൾ വേണ്ട ഒന്നും പറയണ്ട, നമ്മളെ ഇന്ന് തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തിട്ട് അതങ്ങ് ഉറപ്പിക്കാൻ പോവാ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് നയനെ 1 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് നയനയും കൊണ്ട് മാറി മുറിയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ ഇവിടെ കാണുന്നതൊക്കെ? എൻ്റെ ആദർശേട്ടാ എനിക്ക് ഫുഡ് പോയ്സൺ അടിച്ചാണെന്നാ തോന്നുന്നേ, എനിക്ക് നല്ല വയറുവേദന ഉണ്ടായിരുന്നു രാത്രിയിൽ, അതാ രാവിലെ എഴുന്നേക്കാൻ വൈകിയത്, ഇപ്പം നോക്കിയപ്പോൾ എനിക്ക് വൊമിറ്റിങ്ങും വരുന്നുണ്ട്, അത് കണ്ടിട്ട് ചെറിയമ്മ തെറ്റിദ്ധരിച്ചാണെന്ന് പറയുന്നുണ്ട്. ആദർശ് പറയാണ്, ഇന്നേ വരെ ഞാനും നീയും തമ്മിൽ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല, നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരെ ജീവിച്ചിട്ടുമില്ല, ആ സമയത്ത് ഇങ്ങനെ കേൾക്കുമ്പം എനിക്കൊരു ടെൻഷൻ ഉണ്ടാവല്ലോ, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട്. അത് സാരമില്ല, ഇച്ചിരി കടുക് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മാറും എന്ന് പറയുമ്പം അതൊന്നും വെച്ചോണ്ടിരിക്കേണ്ട, ഫുഡ് പോയ്സൺ ഒന്നും അത്ര ചെറിയ അസുഖമൊന്നും അല്ല എന്നും പറഞ്ഞിട്ട് നയനയോട് വരാൻ ആദർശ് പറയുന്നുണ്ട്. അങ്ങനെ ജാനകിയും നയനയും ആദർശം കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഇതേ സമയത്ത് ദേവയാനെ വിളിക്കുന്നുണ്ടെങ്കിലും എനിക്ക് സമയമില്ല എന്നും പറഞ്ഞിട്ട് ദേവയാനെ ഒഴിഞ്ഞു മാറുന്നുണ്ട്. മുത്തശ്ശൻ ദേവയാനെ വഴക്ക് പറയുന്നുണ്ട് കേട്ടോ, ഇങ്ങനെയാണോ ഒരു അമ്മായിമ്മ പെരുമാറേണ്ടത്? അവളുടെ എല്ലാ കാര്യങ്ങൾക്കും മുമ്പന്തിൽ പോകേണ്ടത് നീയല്ലേ, എന്നിട്ട് ഇങ്ങനെ പെരുമാറിയേ കൊള്ളാവൂ എന്ന് ചോദിക്കുന്നുണ്ട്. അവൾ ഒന്നും മിണ്ടാതെ ദേഷ്യപ്പെട്ട് അങ്ങനെ കടുപ്പിച്ചിങ്ങനെ ഇരിപ്പുണ്ട്.
അങ്ങനെ നയന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഡോക്ടറെ ചെക്കപ്പ് ചെയ്യുമ്പോൾ നയന പറയുന്നുണ്ട്, ഇതുപോലെ ഇന്നലെ ഞാൻ ആ കഴിച്ച ഫുഡ് എനിക്ക് പിടിച്ചില്ലെന്ന് തോന്നുന്നു, രാത്രിയിലെല്ലാം വയറുവേദനയായിരുന്നു, രാവിലെ ആയപ്പോൾ വോമിറ്റും ചെയ്തെന്ന് പറയുന്നുണ്ട്. അങ്ങനെ യൂറിൻ ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് നയനയുടെ യൂറിൻ ടെസ്റ്റ് ചെയ്യാൻ പറയാണ്. അങ്ങനെ നിങ്ങൾ പുറത്ത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാൻ പറഞ്ഞിട്ട് അവരെ മൂന്നുപേരെയും വെയിറ്റ് ചെയ്ത് നിർത്തുന്നുണ്ട്. അങ്ങനെ കുറേ നേരം കഴിയുമ്പോഴേക്കും ഡോക്ടർ അകത്തേക്ക് വിളിക്കുകയാണ്. അകത്തേക്ക് വിളിച്ചിട്ട് ആദർശിനോടും നയനയോടും ഡോക്ടർ പറയുന്നുണ്ട്, കൺഗ്രാജുലേഷൻസ്, ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട് ആദർശെ, മോൻ അച്ഛനാവാൻ പോവാണ് എന്ന് പറയുമ്പോഴേക്കും ആദർശ് ഒന്ന് ഞെട്ടി വിറയ്ക്കാണ് കേട്ടോ. കൂടെ തന്നെ നയനയും ഞെട്ടിപ്പോകുന്നുണ്ട്. എന്താ നിങ്ങളെ പറഞ്ഞത്? അപ്പോഴേക്കും ഡോക്ടർ പറയാണ്, നല്ല കാര്യമായി പറഞ്ഞത്, മോനൊരു അച്ഛനാവാൻ പോവാണെന്ന്. വേണ്ട, എനിക്കത് കേൾക്കണ്ട, എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞു കൂട്ടുന്നത് എന്ന് പറയാണ്. പെട്ടെന്ന് ഡോക്ടർ ചാടി എഴുന്നിട്ട്, എന്താ ആദർശേ, നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്ന് ചോദിക്കുമ്പോഴേക്കും ജാനകി, ഒന്നുമില്ല ഡോക്ടറെ, അവൻ പെട്ടെന്നൊരു ഞെട്ടൽ കൊണ്ടാ, സന്തോഷം കൊണ്ടാ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ രണ്ടും ഇങ്ങനെ വന്നേന്ന് പറഞ്ഞിട്ട് രണ്ടുപേരെ പിടിച്ചുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. എന്താ ആദർശേ, ഡോക്ടറുടെ മുമ്പിൽ എങ്ങനെ ബിഹേവ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ലേ? അവള് ഗർഭിണിയാന്ന് അറിഞ്ഞപ്പോൾ സന്തോഷിക്കല്ലേ വേണ്ടത്, ഉടനെ നീ നിന്റെ അമ്മേനെ ഓർത്ത് കാണുമല്ലേ എന്ന് പറയുന്നുണ്ട്. ചെറിയമ്മേ അതെന്ന് പറയുമ്പം ഒന്നും മിണ്ടണ്ട, സന്തോഷിക്കണ നിമിഷമായത്, ഇത് അനന്തപുരി മൊത്തം ആഘോഷാക്കം കണ്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നയന ആകെപ്പാടെ ഇടിവെട്ടിയ അവസ്ഥയിൽ നിൽക്കുന്നുണ്ട്. ആദർശ് നയനത്തന്നെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് ദേഷ്യപ്പെട്ട് നടന്ന് മുമ്പോട്ട് പോവാണ്. നയനമോളെ ഇങ്ങോട്ട് വാന്നും പറഞ്ഞിട്ട് അവളെ കയ്യെ പിടിച്ചുകൊണ്ട് ജാനകി വണ്ടിയിൽ കയറുന്നുണ്ട്. അപ്പോഴേക്കും ജാനകി നയനെ പറയാണ്, സത്യമായിട്ടും ചെറിയമ്മ അങ്ങനെയൊന്നുമില്ല, ചെറിയമ്മയുടെ പറയുന്നതിന് എന്താ, ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻ ഉണ്ടായിട്ടില്ല, മോൾ എന്തൊക്കെയായി പറഞ്ഞത്, എത്ര തവണ ഞാൻ തന്നെ കണ്ടിരിക്കുന്നു നിങ്ങൾ തമ്മിൽ സ്നേഹത്തോടെ ഇരിക്കുന്നത്, 7-9 മാസമായിട്ട് ഒരേ റൂമിൽ കഴിയുന്നവർ തമ്മിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കുറച്ച് പാടാ, എന്താ രണ്ടുപേർക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ച് ചെറിയമ്മ കളിയാക്കുന്നുണ്ട്. അപ്പോഴേക്കും ആദർശ് ഇത് കേട്ട് ആകെപ്പാടെ അങ്ങ് കലിപ്പിച്ച് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇവർ നേരെ അനന്തപുരിയിലേക്ക് ചെല്ലുകയാണ്. അപ്പോഴേക്കും ജാനകി രണ്ടുപേരും ഇവിടെ തന്നെ നിൽക്കുക, കയറി വരില്ലേ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ഒരു നിലവിളക്കൊക്കെ ആയിട്ട് നയനേനെ ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് മുത്തശ്ശി, എന്താ ജാനകി എന്താ പറഞ്ഞെന്ന് ചോദിക്കുമ്പം അമ്മയ്ക്കൊരു അടുത്ത ഒരു കൊച്ചുമോൻ കൂടി വരാൻ പോവാണ്, നയനമോൾ ഗർഭിണിയാണെന്ന് പറയുമ്പം എൻ്റെ ഈശ്വരൻ തുണച്ചു എന്ന് പറയാണ്. അപ്പോഴേക്കും മുത്തശ്ശൻ ചോദിക്കുകയാണ്, അപ്പം എനിക്കെന്ന് നീ വാക്ക് നീ പാലിച്ചല്ലേ ആദർശി എന്ന് ചോദിക്കുന്നുണ്ട്. ദേവയാനിയാണ് കേട്ടോ ശരിക്കും കിളി പോയി നിൽക്കുന്നത്. അപ്പോൾ ആദർശ് തന്നെ ഇത്രയും കാലം പറ്റിക്കുകയാണെന്ന് പറഞ്ഞിട്ട് ദേവയാനി വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ വല്ലാത്തൊരു രീതിക്ക് ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് പറയേണ്ടതെന്ന് പോലും അറിയാതെ അങ്ങനെ നിൽക്കുന്നതോട് കൂടിയിട്ടാണ് ഈ ഒരു സീൻ അവസാനിക്കുന്നത്. ദേവയാനാണെങ്കിലോ നയനയാണെങ്കിലോ ആകെപ്പാടെ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. കാരണം അവളും ആദർശം തമ്മിൽ ഇന്നേ വരെ ഒരു ബന്ധം ഉണ്ടായിട്ടില്ല. പിന്നെ താൻ ഗർഭിണിയാണെന്ന് പറഞ്ഞ് റിപ്പോർട്ട് വന്നിരിക്കുന്നു. ഇതൊക്കെ എങ്ങനെ സംഭവിച്ചെന്നറിയാതെ നയന ഇങ്ങനെ കുഴങ്ങി നിൽക്കുകയാണ്. ആദർശാണെങ്കിലോ നയന തന്നെ ചതിക്കുകയാണ്, തനിക്ക് മറ്റേതൊരു അഫെയർ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശം ഇങ്ങനെ ദേഷ്യപ്പെട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ ബാക്കി സ്റ്റോറി ആണ് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. വീഡിയോ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇതിൻ്റെ ബാലൻസ്ഡ് വീഡിയോയും. താങ്ക്സ് ഫോർ വാച്ചിങ്.